ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അർജുന ബാച്ചിന്റെ ക്ലാസ്സുകളിൽ കോമ്പൗണ്ട് ടെസ്റ്റ് 2 ക്ലാസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോമ്പൗണ്ട് ടെസ്റ്റിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. അർജുന ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിനാക്കിൾ ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് കിടക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി, ആ ഒരു പ്രശ്നം നിങ്ങളിൽ മലയാളികൾ ആയിട്ടുള്ള ആസ്പിരൻസിന് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു അർജുന ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ CGL മെയിൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CGL മെയിൻസ് ആയിക്കോട്ടെ, CHSL മെയിൻസ് ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും അത്യാവശ്യം ടഫായിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എക്സാം മെത്തേഡിൽ പറയുന്ന ഒരു ബാച്ചാണ് നമ്മുടെ അർജുന ബാച്ച് എന്ന് പറയുന്നത്. ഏകലവ്യ ബാച്ച് ആകുമ്പോൾ നമ്മൾ കൺസെപ്റ്റുകൾ, തിയറി ഫുള്ളായിട്ട് പഠിക്കും. അതിലെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് അവസാനിക്കാറായി. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് കാണുക. നമ്മുടെ അർജുന ബാച്ചിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അരിത്തമെറ്റിക്കിൻ്റെ കുറേ ചാപ്റ്റേഴ്സും അഡ്വാൻസിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ അഡ്വാൻസിൻ്റെ ചാപ്റ്ററിലായിരിക്കും അർജുന ബാച്ചിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അർജുന ബാച്ചിൽ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. മാഗ്നാമെന്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ മാക്സിമം പേർക്ക്, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നുണ്ട്, അതിൻ്റെ ഗുണം അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം പേർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് പേര് ആദ്യത്തെ സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ ഫേസ് ഒന്നും ഇല്ലാതെ പഠിപ്പിക്കുന്നു, എന്നിട്ട് ഒരുപാട് നമ്മൾ റീച്ചിന് വേണ്ടി വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നല്ല ക്ലാസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കുന്നവർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അനിയന്മാർക്കോ അങ്ങനെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബന്ധുക്കൾക്കൊക്കെ പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഒരു സമയത്ത് അവർക്ക് ആവശ്യം വരുന്ന ഒരു സമയം വരും, ആ സമയത്ത് അവർ കണ്ടോളും. ആദ്യമൊക്കെ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞ ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം അത് കണ്ട് വരുന്നുണ്ട്. ഓക്കെ, അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നിങ്ങളിത് നല്ല ക്ലാസ് ചെയ്തിട്ടും അറിയാതെ പോകരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഞാൻ അതിന് സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നിങ്ങൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ചാനലിൻ്റെ പേര് ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ബാക്കി 11 ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ അർജുന ബാച്ചിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഇവിടെ ഒരുപാട് ഞാൻ പറയത്തില്ല, എങ്ങനെ ഇതിന് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ചെയ്യാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ മെത്തേഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഈ അപ്രോക്സിമേഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു അർജുന ബാച്ചിൽ ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് വരുന്നുണ്ട്. ആദ്യത്തെ ക്ലാസ് മുതൽ, പെർസെൻറ്റേജിൻ്റെ ക്ലാസ് മുതൽ കണ്ടാൽ അറിയാം. അപ്രോക്സിമേഷനും യൂണിറ്റ് ഡീറ്റ സമ്മും എല്ലാം അപ്ലൈ ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. എ മാൻ ബോറോഡ് 50,000 രൂപ ഫ്രം എ ബാങ്ക് 10% പെർ ആനം compounded annually. At the end of every year, he pays 15,000 as a payment of the loan and interest. How much does he still owe to the bank after 3 such installments? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 50,000 വാങ്ങി, ഇപ്പോൾ നിങ്ങളിത് പേന എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി മാത്സിൻ്റെ കാൽക്കുലേഷൻ എക്സസൈസ്, അപ്പോൾ ആ കാൽക്കുലേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലീൻ എന്ന് പറയുന്ന, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ഡൂ മൈ മാത്സ് എന്ന് പറഞ്ഞ ചാനലായിരുന്നു ലീൻ MB. അതാണ് എൻ്റെ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ എക്സസൈസ് ആണ്, അദ്ദേഹം പറഞ്ഞു തന്ന എക്സസൈസ് ആണ്. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ 3 വർഷത്തോളം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങുക, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. 50,000 രൂപ 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 50,000ൻ്റെ 10%-മായ 5,000 രൂപ അവിടെ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ എത്ര രൂപയാവും നമ്മളുടെ പ്രിൻസിപ്പളും പ്ലസ് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര ആവും? 55,000 ആവും. ആ 55,000-ൽ 15,000 രൂപ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോൾ എത്ര ബാക്കി ഉണ്ടാവും എന്നാണ് വേണ്ടത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞപ്പോൾ 55,000-ൽ നിന്ന് 15,000 കുറഞ്ഞ് എത്ര ആയി? 40,000 രൂപ ബാക്കി വന്നു. അപ്പോൾ കോമ്പൗണ്ട് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ 40,000 രൂപ ബാക്കി വന്നു. പിന്നെ അടുത്ത വർഷം 10% ഇൻട്രസ്റ്റ്. 40,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 4,000 ആണ്. അപ്പോൾ 4,000 ആയി, 44,000 ആയി. പിന്നെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 15,000-ൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. അപ്പോൾ 44,000-ൽ നിന്ന് 15,000 കുറയുമ്പോൾ 29,000 ആണ്. അപ്പോൾ 29,000 രൂപയാണ് അടുത്ത 3ാമത്തെ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പോൾ 29,000-ൻ്റെ 10% കൂടെ ആവും 3ാമത്തെ വർഷത്തിൻ്റെ അവസാനം. 29,000-ൻ്റെ 10% 2,900 ആണ്. അങ്ങനെ 29,000 അധികം 2,900 31,900 രൂപയാവും 3ാമത്തെ വർഷത്തെ സ്റ്റാർട്ടിങ്ങിലെ പൈസ. അപ്പോൾ 31,900-ൽ നിന്നും 3ാമത്തെ വർഷം എന്ത് ചെയ്യും? 15,000 രൂപ അടച്ചും 3ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. 31,900 മൈനസ് 15,000 എന്ന് പറയുമ്പോൾ എത്ര വരും നമുക്ക്? 16,900. അതായത് 16,900 രൂപ അയാൾക്ക് എന്ത് വരും? ബാക്കി അടയ്ക്കാൻ കാണും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഒരു പേനയുടെ ആവശ്യമില്ല, പെൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പെൻ ഫ്രീ ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ നമ്പേഴ്സിൻ്റെ അത്രമാത്രം പരിചയം വേണം. അതുകൊണ്ടാണ് മാത്സിൻ്റെ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ആര്
ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കൺസെപ്റ്റ് അറിയണം, ഈ ഒരു കാൽക്കുലേഷൻ സ്പീഡും ഉണ്ടായിരിക്കണം. ഇതാണ് അർജുന ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ പഠിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. പക്ഷെ അതിന് ഒരുപാട് ടൈം എടുക്കും, ചിലർ ഇങ്ങനെ മെനക്കെടുത്തുമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ചാനലിലൂടെ ഇങ്ങനത്തുള്ള കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, റെയർ ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റാണ് നമ്മളുടെ ചാനലിൽ ഞാൻ തരുന്നത്. ഓക്കെ, നോക്കൂ 13ാമത്തെ ക്വസ്റ്റ്യൻ. വിപുൽ ആൻഡ് മനീഷ് ഇൻവെസ്റ്റഡ് സം ഓഫ് 10,000, 20,000 അറ്റ് ദ റേറ്റ് ഓഫ് 20%, 30% റെസ്പെക്റ്റീവ്ലി. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കേ, സ്വന്തമായിട്ടൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഓക്കെ, വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ വിപുലും മനീഷും, വിപുൽ 10,000, മനീഷ് 20,000 ഇട്ടു. ഫസ്റ്റ് ആൾ 20% ആനം, രണ്ടാമത്തെ ആൾ 30% അവിടുത്തെ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ആനുവലാണ്. ഇത് ടൈം പീരീഡ് 3 വർഷമാണ് രണ്ടിടത്തും. ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പലരും പല രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 20% ഇൻട്രസ്റ്റ് ആണ് 3 വർഷത്തേക്കാണെങ്കിൽ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇത്ര. അപ്പോൾ അതിനൊരു വഴിയുണ്ട്. ഇത്ര 72.8. അപ്പോൾ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, 20% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് എന്താവും, 120% ആവും നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. 120% എന്ന് പറഞ്ഞാൽ എന്താണ്, 120/100 1.2 ആണ്. അങ്ങനെ എത്ര വട്ടം പോകും, 1.2 × 1.2 × 1.2 ഇങ്ങനെയൊന്നും എഴുതണ്ട. ഇപ്പോൾ 1.2ന്റെ ക്യൂബ് എത്രയാണ്, 1728, 1.728. അതായത് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 100%, 72.8% ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് 3 വർഷത്തെ 20% വെച്ചുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ 30 ആകുമ്പോൾ വരും 1.3 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 130% ആവും. 130%, അടുത്ത 130%, അടുത്ത 130%. അപ്പോൾ 1.3യുടെ ക്യൂബ് 2197 ആണ്, 2.197. അപ്പോൾ 1 മാറ്റി എടുത്തി കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 100%, ബാക്കി 1.197 ഇൻഡിജർ വാല്യൂ ആണ്. അത് ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജിലാക്കുമ്പോൾ 119.7% ആവും. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ്, വളരെ ഈസിയാണ്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, ഇതൊന്നും എഴുതേണ്ട കാര്യമല്ല. ഓക്കെ, അല്ലാതെ വഴിയുണ്ട്. 3a² a³ എക്ക് പകരം എന്ത് കൊടുക്കുക, നിങ്ങളുടെ 20 കൊടുക്കുക. 20 കൊടുക്കുമ്പോൾ 72.8 എന്ന് കിട്ടും. ഇനി ഇവിടെ എക്ക് പകരം 30 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 119.7 കിട്ടും. ഇവിടെ 2 രീതി വെച്ച് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, 20% വെച്ച് 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ്, 30% വെച്ച് 3 വർഷത്തേക്കുള്ള എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. ഇതൊന്നും പേന എടുക്കാതെ ഇതൊക്കെ മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് വരേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ തുടങ്ങിയിട്ടില്ല. സൊല്യൂഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത്, അപ്പോൾ മനസ്സിലായി. 72.8 വെച്ചിട്ട് 72.8%, ഇതിൻ്റെ 72.8% വിപുലിന് കിട്ടുന്നത്. അപ്പോൾ 1% 150. അപ്പോൾ 150 × 72.8, അതായത് 728 × 15. അതാണ് ഫസ്റ്റ് അവന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. രണ്ടാമത്തവനോ 119.7 ഇതിൻ്റെ 1% 200. അപ്പോൾ 200 × 119.7, അതായത് 119.7 × 20. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് എത്ര വരും, 728 × 15, 7280. 7280 അതിൻ്റെ പകുതി, 7280ൻ്റെ പകുതി. അങ്ങനെയാണ് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 15 കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും, 3640. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഏകദേശം 1200 ആയിരുന്നെങ്കിൽ 1200 × 2 2400, പിന്നെ ഒരു 0, 24,000 വന്നേനെ. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര വന്നേനെ, ഇത് ഏകദേശം ഒരു 10,000, 10,800. ഇത് ഒരു 24,000, അതായത് 34,800 സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ ഡി ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റഡ്, നമ്മുടെ ഓപ്ഷൻ്റെ സഹായത്തോടെ അപ്രോക്സിമേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഫുള്ളൊന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അതിന് ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾ വരണം. പക്ഷേ ഇത് പഠിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾ വേറെ ക്വസ്റ്റ്യനിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഉദ്യമത്തിൽ എന്താവത്തുള്ളൂ, വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു സൊല്യൂഷൻ്റെ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം. അതാണ് ഈ അർജുന ബാച്ചിനെ വ്യത്യസ്തമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്, നമ്മൾ വേറെ യൂണിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ഒക്കെ നോക്കാം. 0, 0 എല്ലായിടത്തും 0 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഡിറ്റി സം വേണമെങ്കിൽ നോക്കാം. പക്ഷേ ഇവിടെ ഡിറ്റി സം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി 0 ആയിരിക്കും യൂണിറ്റ്. അത് മനസ്സിലായി. ഇവിടെ 0, 0. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. ഇനി വേണമെങ്കിൽ ഡിറ്റി സം നോക്കാം. 8 × 6 48, 42 12 3. ഇവിടെ 9, 9. ഓക്കെ, 9, 3. അപ്പോൾ 3 ആയിരിക്കും ഡിറ്റി സം. 3 വരുന്നത് 5, 4, 9, 8, 17. ഇത് 3 അല്ല. 9 നോക്കണ്ട. 6, 8, 4, 12. ഇത് 3 ആണ്. ഇത് 14, 18, 3. ഇത് രണ്ടും 3 ആണ്. ഡിറ്റി സമ്മിൽ എന്ത് ചെയ്തു, അവിടെ ഫെയിലായി. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കേ. ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം മെത്തേഡ് ആക്കാൻ ശ്രമിക്കുക. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചോ.
എ പേഴ്സൺ ഇൻവെസ്റ്റ് 55,000 ഫോർ 2 years ഓൺ കോമ്പൗണ്ട് സച്ച് ദാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയർ 8%, സെക്കൻഡ് ഇയറിൽ 12% per annum ആണ്. കോമ്പൗണ്ട് ആനുവലി ആണ്. വാട്ട് ഈസ് എ ടോട്ടൽ ഇൻട്രസ്റ്റ്? ഈസി ആയിട്ട് കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ 8% എന്ന് പറഞ്ഞാൽ എത്ര? 550 1%, അതേ ഗുണം 8. ഫസ്റ്റ് വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 55 എടുത്തുകൊണ്ടുമ്പോൾ 400, 440, 440 ഒരു 0, 4400 ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ്. അതേ പ്ലസ് ഇതിൻ്റെ കൂടെ 4400 കൂട്ടുമ്പോൾ എന്ത് വരും? 59,400 എന്ന് വരും. പിന്നെ ഇതിൻ്റെ 12%. അപ്പോൾ ഇതിൻ്റെ 12% എന്ന് പറഞ്ഞാൽ 1% 594, അതേ ഗുണം 12. അപ്പോൾ ഇത്രയായിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് എത്ര ആയിരിക്കും? ഇത് ഇത്രയും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം ആ ഇൻട്രസ്റ്റോട് ചേർത്ത് പുതിയ എമൗണ്ടായി അല്ലെങ്കിൽ പ്രിൻസിപ്പളായി അതിൻ്റെ 12%. അപ്പോൾ 4 2 8, ഇവിടെ 0 അപ്പോൾ 8 ആയിരിക്കും നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. അങ്ങനെ ഓപ്ഷൻ ചെയ്തുകൊണ്ട് 8 വരുന്നത്. ഓപ്ഷൻ ബി ഉള്ളൂ, ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഈസ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുണ്ട്. എമൗണ്ട് അല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. MTS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. MTS ചോദിച്ച ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യാം. MTS ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അർജുന ബാച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് ടൈം, ഇത് ഒന്ന് വായിച്ചു. 3,90,625 എമൗണ്ട് ടു 4,56,976, 8% per annum, ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ട് ഹാഫ് ഇയർലി. അപ്പോൾ ഇത് നിങ്ങൾ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയമെടുക്കും. നല്ല രീതിയിൽ അപ്രോക്സിമേഷനും നല്ല രീതിയിൽ നമ്പറിനെ പറ്റി അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 90,625 നിന്നും 56,976, ഏകദേശം എത്ര? 60,000 അല്ലേ? 10,000, 66,000. 10,000 ആകുമ്പോൾ 4 ലക്ഷമാവും, പിന്നെ 56,000. ഏകദേശം ഒരു 66,000 രൂപ എന്ത് വേണം? ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ 66,000 ഇൻട്രസ്റ്റ് വേണം. ഇവിടെ എന്താണ്? 8% പെർ ആനുമാണ്. വർഷത്തിൽ 8% ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ ഒരു ഹാഫ് ഇയർലി എത്രയാണ്? 4%. അപ്പോൾ ഇതിൻ്റെ 4% എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1% എന്ന് പറഞ്ഞാൽ 3,906 ഇപ്പോൾ 3,900 എടുക്കാം. അതേ ഇൻറ്റു 4, 4,000 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 16,000. അപ്പോൾ 16,000 നിന്ന് ഏകദേശം 400 കുറയ്ക്കണം. 100 ഗുണം 4, 900 അല്ലേ ഉള്ളൂ. 100 ഗുണം 4, അതായത് 15,600 ഒരു ഹാഫ് ഇയറിൽ എന്ത് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതേ ഗുണം 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം 60,000, 62,000 സംതിങ്, 62,000 സംതിങ് വരും. 62,000 സംതിങ് വരും. അതായത് ഈ 66ൻ്റെ അടുത്ത് എത്തണമെങ്കിൽ, ബാക്കി കോമ്പൗണ്ടസ് ആയതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് 62,000 സംതിങ് വന്ന് തന്നെ. കോമ്പൗണ്ടസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ആഡ് ചെയ്ത് ഈ 66,000 ഈ ഒരു റേഞ്ചിലോട്ട് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ 4% വെച്ച് എത്ര ഹാഫ് ഇയർ വേണ്ടി വരും? 4 ഹാഫ് ഇയർ വേണ്ടി വരും. അപ്പോൾ അടുത്തൊരു ഹാഫ് ഇയർ കൂടെ ആകുമ്പോൾ എന്തായി പോകും? ഇതിൻ്റെ കൂടെ 15,600 കൂടും. അപ്പോൾ അതായത് 77,000 ഒക്കെ പോകും. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് 66,000 സംതിങ്ങേ കൂടുന്നുള്ളൂ. അപ്പോൾ 4 ഹാഫ് ഇയർ ആണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഈ ഒരു ഇൻക്രിമെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. 4 ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 2 വർഷം, 2 ഇയർ. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നിങ്ങൾ ബുക്കിലൊക്കെ കണ്ടാൽ എന്താവും? ഒരുപാട് കാൽക്കുലേഷൻ ആണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ കാണാത്ത ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കോമ്പൗണ്ടേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഒരു നിങ്ങളുടെ ലെവൽ കുറച്ച് ഒന്ന് അപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അല്ലാതെ ഇത് ബേസിക് ആയിട്ടുള്ള മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 45, 69, 76 പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 39,0,625 നമുക്ക് എന്താ വേണ്ടത്? ഇതെന്ന് പറഞ്ഞാൽ 1 + 8% വരും. ഹാഫ് ഇയർ ആയതുകൊണ്ട് 4% ആവും. 1 + 4% എന്ന് പറഞ്ഞാൽ എത്ര? 1/25 ആണ്. 1 + 1/25 എന്ന് പറയുമ്പോൾ 26/25 വരും. അത് റേസ് ടു n. അപ്പോൾ n-ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതിൻ്റെ വാല്യൂ നോക്കണം. ഇത് കാൽക്കുലേഷൻ വെട്ടി കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇത് വെട്ടിക്കളഞ്ഞ് ചെയ്യേണ്ടി വരും. എത്ര വെച്ച് ക്യാൻസൽ ചെയ്യുന്നതിനെ? ഇതിന് നമുക്ക് എനിക്ക് തോന്നുന്നു 4 കിട്ടണം. നമുക്ക് 4 അല്ലേ വന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 26/4, 25/4 ആണ്. പക്ഷെ ഇത് നേരിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. കണ്ടുപിടിക്കില്ല. എൻ്റെ വാല്യൂ 4 നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ടാസ്ക് ആണ്. 26/4 എഴുതിയിരിക്കുന്നത്. 25/4 എഴുതിയിരിക്കുന്നത്. 25ന്റെ ക്യൂബ് 156, 25 ഇൻറ്റു 25 എഴുതിയിരിക്കുന്നത്. 5, 12, 62, 6, 156, 15, 125, 140, 14, 25, 14, 39, 390, 625. സംഭവം അതാണ്. 625 കാണുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കാൽക്കുലേഷൻ ആണ്. ഇത് വെട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. യെസ്, കാൽക്കുലേറ്റീവ് ആണ്, നല്ല കാൽക്കുലേറ്റീവ് ആണ്. അതിന് ഇങ്ങനെയുള്ള അപ്രോക്സിമേഷൻ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, യെസ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ മെത്തേഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ക്ലാസ് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാവരും കമൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, അപ്പോൾ അത് കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു എനർജിയാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A certain sum is invested to 26% per annum, interest compound annually. In how many years will it double? ഇതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ടേക്സ് ടു ഡബിൾ എ സം ഓഫ് മണി. ഇപ്പോൾ ഡബിൾ ആവാൻ വേണ്ടിയുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ
69 ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിട്ടുള്ള R പ്ലസ് 0.35. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 69 ഡിവൈഡഡ് ബൈ 26 പ്ലസ് 0.35 നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണത്. അപ്പോൾ 69 ബൈ 26, 26 3 ഇല്ലല്ലോ, 26 അതെ 26 3 78, 3 ഇല്ല, 2 ഉള്ളൂ. ഇപ്പോൾ 2 പ്ലസ് 3 ഏകദേശം 3 വരത്തുള്ളൂ, 2 പോയിന്റ് സംതിങ് വരും. 26 52 ബാക്കി 17 ആകുമ്പോൾ ഒരു പോയിന്റ് 170 ബൈ 26, 170 ബൈ 26 എന്ന് പറയുമ്പോൾ 26 ഗുണം എത്ര 6, 26 156, 2.6 സംതിങ് പ്ലസ് 0.35 നമുക്ക് ഏകദേശം എത്ര വരും? 3 എന്ന് കിട്ടും. അതായത് 3 വർഷം കൊണ്ട് എന്ത് ചെയ്യും? അപ്രോക്സിമേറ്റ്ലി 3 വർഷം കൊണ്ട് ഇത് ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ആവുന്ന ക്വസ്റ്റിനും നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അല്ലാതെ ചെയ്യണമെങ്കിൽ എന്താ, സക്സസീവായിട്ട് നമുക്ക് ഡബിൾ ആവണമെന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് വരണ്ടേ? 100% ഇൻട്രസ്റ്റ് വരും. 2 വർഷം കൊണ്ടാകുമ്പോൾ എന്ത് വരും? 26 വെച്ചിട്ട് 2 വർഷം, 26 പ്ലസ് 26 പ്ലസ് 26 × 26 ബൈ 100, അതായത് 52 പിന്നെ 26ന്റെ സ്ക്വയർ എത്ര? 676, അതായത് 58 പോയിന്റ് സംതിങ് അല്ലെ 59 ആവും 2 വർഷം കൊണ്ട്. 3 വർഷം ആകുമ്പോൾ ഇതിനോട് 20 പ്ലസ് 26 പ്ലസ് 26 × 59 ബൈ 100. 4 വർഷം ആകുമ്പോഴോ 26 ഗുണം 4 ഇത്രയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാൽ പോലും 4 വർഷം കൊണ്ട് അതെന്താവും? ഡബിളിൽ കൂടുതലാവും. അപ്പം 4 അല്ല 2 അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം. നിങ്ങൾ 3 ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫോമുല അറിഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ കൺസെപ്റ്റാണ്, നിങ്ങളുടെ കോമൺ സെൻസ് ആണ്, നമ്പറുമായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉപയോഗിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 66,300. ഇന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കേ, ഇതൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ചെയ്ത് പോകണം, നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് പോകണം. യെസ്, ചെയ്യാം. അപ്പോൾ 66,300 ആണ് ഉള്ളത്. എക്കും ബിക്കും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. such a way that amount that A receives after 8 years is equal to the amount that B receives after 10 years with the compounders being compounded annually at a rate of 10% per annum. അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ പറയുന്നു എക്ക് എത്രയോ പൈസ കൊടുത്തു, ബിക്കും എത്രയോ പൈസ കൊടുത്തു. അപ്പോൾ എയുടെ പൈസ 8 വർഷം കൊണ്ടാവുന്ന പൈസയും തുകയും ബിയുടെ കയ്യിലുള്ളത് 10 വർഷം കൊണ്ടാവുന്നതും ഈക്വൽ ആണെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എക്ക് കുറച്ച് സമയം കൊണ്ട് ബിയുടെ എത്ര ആവാൻ പറ്റി, അല്ലെങ്കിൽ ഒരു എമൗണ്ടിലോട്ട്, ഒരു ഫിക്സഡ് എമൗണ്ടിലോട്ട് എത്താൻ പറ്റി. എക്ക് കുറച്ച് സമയം എടുത്തോളൂ. എൻ്റെ അർത്ഥം എന്താ? എയുടെ കയ്യിലുള്ള പൈസ കൂടുതലാണ്, എയുടെ കയ്യിലുള്ള പൈസ ബിയേക്കാളും കൂടുതലായിട്ടുള്ള ഓപ്ഷൻ എന്തുണ്ട്? എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി ടോട്ടൽ 66,300 ആണ് വരേണ്ടത്. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ ഒരിക്കലും 66,300 വരത്തില്ല. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 66,300 വരും. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 66,300 വരും. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 66,300 വരും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ അല്ല. ഇനി 10% per annum ആണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അല്ലാതെ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ബേസിക് മെത്തേഡ് കിട്ടും. രണ്ടും ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞ് എമൗണ്ട് ഈക്വൽ ടു P × 1+R/100 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അതൊന്നും വേണ്ട. 10% ആണ് റേറ്റ്. അപ്പോൾ 10% റേറ്റ് എങ്കിൽ 10ന്റെ സ്ഥാനം എന്താവും? 11 ആവും. ഇവിടെ A/Bയുടെ റേഷ്യോ നമുക്ക് കിട്ടും. A/B എന്ന് പറഞ്ഞാൽ A ആയിരിക്കും വലുത്. എന്തുകൊണ്ടാണ് A വലുത്? കുറഞ്ഞ സമയം കൊണ്ട് A എന്ത് ചെയ്യുന്നു? ഒരു ഈക്വൽ എമൗണ്ടിലോട്ട് എത്തുന്നു. ബിയും അതേ സമയം കൊണ്ട് ബി കൂടുതൽ സമയം എടുക്കും ആ എമൗണ്ടിലോട്ട് എത്താൻ. അതിൻ്റെ അർത്ഥം എയുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ട്. അപ്പോൾ എക്ക് നമുക്ക് 11 കൊടുക്കാം, ബിക്ക് 10 കൊടുക്കാം. അപ്പോൾ ആദ്യം ആ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആ ഒരു വർഷത്തെ ചേഞ്ച് കണ്ടുപിടിക്കണം. ഇവിടെ എത്രയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? 8 വർഷവും 10 വർഷവും. ആ ഡിഫറൻസ് എന്ത് ചെയ്യണം? ഇതിൻ്റെ പവറായിട്ട് കൊടുക്കണം. അപ്പോൾ എക്ക് 121 യൂണിറ്റ് ആണെങ്കിൽ ബിക്ക് 100 യൂണിറ്റ് ആണ്. ഇത് അറിയാവുന്ന ഒരാൾക്ക് ഇത് പേന വേണ്ട, പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 121 യൂണിറ്റ് ആണ് എക്ക് പോയതെങ്കിൽ 100 യൂണിറ്റ് ആണ് ബിക്ക് പോയത്. അങ്ങനെ ടോട്ടൽ സം 221. 221ന്റെ വാല്യൂ ആണ് 663.00. 221 ഗുണം 3 ആണ് 663. 21 ഗുണം 3 ആണ് 63. അപ്പോൾ 121 പറഞ്ഞാൽ 121 ഗുണം 3 പിന്നെ 2 പൂജ്യം ഉണ്ട്. 121 ഗുണം 3 363. 363 2 പൂജ്യം പിന്നെ 100 ഗുണം 3 300 2 പൂജ്യം. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി അല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ വഴിയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? എമൗണ്ടിനെ ഈക്വൽ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് A/B കിട്ടും. എ എന്ന് പറഞ്ഞാൽ എന്താ? എക്ക് കിട്ടുന്ന പൈസ. ബി എന്ന് പറഞ്ഞാൽ ബിക്ക് കിട്ടുന്ന പൈസ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കോമ്പൗണ്ടേഴ്സിലെ കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ്, കുറേ പേർക്ക് നല്ല പ്രയാസമായിരിക്കും. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ മെത്തേഡുമായിട്ട് നല്ല വ്യത്യാസം കാണും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ബാക്കി ക്ലാസ്സുകൾ, പഴയ ക്ലാസ്സിലെല്ലാം കാണുക. മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതറിയാതെ പോകരുത്. നമ്മളുടെ മലയാളത്തിൽ ഇങ്ങനൊരു ചാനൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾക്ക് ആരും തരില്ല. ഫ്രീ ആയിട്ട് ഒരിക്കലും തരും. അല്ലെങ്കിലും പെയ്ഡായിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക.
കാണുക, ക്ലാസ്സുകളെല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് ലൈവ് മോക്കിൻ്റെ എല്ലാ സൊല്യൂഷൻ വരുന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. മാക്സിമം നമ്മുടെ ചാനലിൽ നിങ്ങൾ എത്രത്തോളം തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിനകത്ത് നോട്ടുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സ്ട്രാറ്റജി വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ടുള്ളതെല്ലാം ചോദിക്കാം. മെയിലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് മെയിൽ ID എല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ.